എല്ലാവർക്കും PSC ഹെൽപ്പറിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 517/2019 UPSC റാങ്ക് ലിസ്റ്റ് 9/10/2025 അവസാനിച്ചിരിക്കുകയാണ്. പുതിയ റാങ്ക് ലിസ്റ്റായ 707/2023 UPSC റാങ്ക് ലിസ്റ്റ് 10/10/2025 നിലവിൽ വന്നു. ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് മലപ്പുറം ജില്ലയുടെ UPSC റാങ്ക് ലിസ്റ്റാണ്. ഇതിൻ്റെ കട്ട് ഓഫ് 66.33 ആണ്. ഈ വർഷത്തെ മലപ്പുറം ജില്ലയുടെ UPSC മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് 641 പേരാണ്. കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റിൽ 970 പേരായിരുന്നു ഉൾപ്പെട്ടിരുന്നത്. റാങ്ക് ലിസ്റ്റ് നമുക്കൊന്ന് നോക്കാം. ഇതാണ് മലപ്പുറം ജില്ലയുടെ ഈ വർഷത്തെ UPSC റാങ്ക് ലിസ്റ്റ്. ഇതിൽ മാർക്ക് കൊടുത്തിട്ടുണ്ട്. റിട്ടൺ ടെസ്റ്റിൻ്റെ മാർക്കും ഇൻ്റർവ്യൂ മാർക്കും കൊടുത്തിട്ടുണ്ട്. ഇൻ്റർവ്യൂ മാർക്കിൽ ടോപ്പ് മാർക്കായിട്ട് വന്നിട്ടുള്ളത് 13 മാർക്കാണ്. ഇതിൻ്റെ കട്ട് ഓഫ് വന്നിട്ടുള്ളത് 66.33 ആണ്. ഓരോരുത്തരും അവരുടെ റാങ്കും മാർക്കും ഇൻ്റർവ്യൂ മാർക്കും ചെക്ക് ചെയ്യുക. കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റ് നോക്കുമ്പോൾ ഈ വർഷം നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണത്തിൽ കുറവാണ് ഉള്ളത്. കഴിഞ്ഞ വർഷം 970 പേരുണ്ടായിരുന്നു. എന്നാൽ ഈ വർഷം 641 പേരുടെ റാങ്ക് ലിസ്റ്റാണ് മലപ്പുറം ജില്ലയിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. ഈ വർഷത്തെ UPSCയുടെ കട്ട് ഓഫ് 66.33 ആണ്. മുൻപത്തെ റാങ്ക് ലിസ്റ്റിൻ്റെ കട്ട് ഓഫ് 62 മാർക്കായിരുന്നു. കട്ട് ഓഫിൽ വർധനവാണ് മലപ്പുറം ജില്ലയുടെ UPSC റാങ്ക് ലിസ്റ്റിന് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണത്തിൽ കുറവുമാണുള്ളത്. ലിസ്റ്റിൽ ഉൾപ്പെട്ട ഓരോരുത്തരും അവരുടെ റാങ്കും മാർക്കും ചെക്ക് ചെയ്യുക. അറുന്നൂറ്റി പേരാണ് ഈ വർഷത്തെ മലപ്പുറം ജില്ലയുടെ UPSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇനി വരുന്നത് സപ്ലിമെൻ്ററി ലിസ്റ്റാണ്. അതിൽ EBT കാറ്റഗറിയാണ് വരുന്നത്. സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 588 പേരാണ് ഈ പ്രാവശ്യത്തെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. മുൻപത്തെ റാങ്ക് ലിസ്റ്റ് അത് 937 പേരായിരുന്നു. ഈ വർഷത്തെ റാങ്ക് ലിസ്റ്റിൽ 588 പേരാണ്. EBT കാറ്റഗറിയാണ് ഫസ്റ്റ് വന്നിട്ടുള്ളത്. അടുത്തത് ഷെഡ്യൂൾഡ് കാസ്റ്റ്. ഷെഡ്യൂൾഡ് കാസ്റ്റിൽ 83 പേര്. ഷെഡ്യൂൾഡ് ട്രൈബ് 7 മുതൽ 73 വരെയാണ്. 1 മുതൽ 73 വരെ. മുസ്ലിം 105 പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ലാറ്റിൻ കത്തോലിക് 42 പേര്. OBC 28 പേര്. വിശ്വകർമ്മ 30 പേര്. SIUC നാടാർ 11 പേര്. ഷെഡ്യൂൾഡ് കാസ്റ്റ് കൺവേർട്ട് ടു ക്രിസ്ത്യാനിറ്റി 8 പേര്. ധീവര 11 പേര്. ഹിന്ദു നാടാർ 10 പേര്. EWS കാറ്റഗറിയിൽ 57 പേര്. ഇനി വരുന്നത് ഭിന്നശേഷി പട്ടികയിലാണ്. ഭിന്നശേഷി പട്ടികയിൽ ഈ പ്രാവശ്യം 20 പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. തൊട്ട് മുൻപത്തെ റാങ്ക് ലിസ്റ്റിൽ അത് 50 പേരായിരുന്നു. ഈ 20 പേരിൽ ലോ വിഷൻ കാറ്റഗറിയിൽ 5, ഡെഫ് 6, ലോക്കോമോട്ടർ ഡിസബിലിറ്റിയിൽ 7, DA മൾട്ടിപ്പിൾ ഡിസബിലിറ്റിയിൽ 2, ഇങ്ങനെ 20 പേരാണ് ഈ വർഷത്തെ ഭിന്നശേഷി പട്ടികയിൽ മലപ്പുറം ജില്ലയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. മലപ്പുറം ജില്ലയിലെ UPSC റാങ്ക് ലിസ്റ്റിൻ്റെ മെയിൻ ലിസ്റ്റിൽ 641 പേരും
സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 588 പേരും ഭിന്നശേഷി പട്ടികയിൽ 20 പേരടക്കം 1249 പേരുടെ പട്ടികയാണ് മലപ്പുറം ജില്ലയിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. മുൻപത്തെ റാങ്ക് ലിസ്റ്റിൽ മെയിൻ ലിസ്റ്റിൽ 970ഉം സപ്ലിമെൻ്ററി ലിസ്റ്റിൽ 937ഉം ഭിന്നശേഷി പട്ടികയിൽ 50 പേരടക്കം 1957 പേരുടെ റാങ്ക് ലിസ്റ്റായിരുന്നു പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. അത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഈ വർഷത്തെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണത്തിൽ കുറവാണ് ഉള്ളത്. കട്ട് ഓഫിൽ വർധനവാണ് ഉണ്ടായിട്ടുള്ളത്. 66.33 ആണ്. തൊട്ട് മുമ്പത്തെ റാങ്ക് ലിസ്റ്റിൽ 62 ആയിരുന്നു. ഈ 1987 ആളുകൾ ഉൾപ്പെട്ട തൊട്ട് മുൻപത്തെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് നിയമനം ലഭിച്ചത് 509 പേർക്കാണ്. അതുകൊണ്ടായിരിക്കാം ഈ വർഷത്തെ മലപ്പുറം ജില്ലയുടെ UPSC റാങ്ക് ലിസ്റ്റിൻ്റെ വലിപ്പം കുറച്ചിട്ടുള്ളത്. മലപ്പുറം ജില്ലയുടെ UPSC റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. താങ്ക്